Hi all friends, welcome to MTM Political Talk. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായാണല്ലോ കണക്കാക്കുന്നത്. ഏത് നാട്ടിൽ നിന്ന് വാങ്ങുവാനും ഏത് നാട്ടിൽ വിൽക്കുവാനും പറ്റുന്ന ഒരു ലോഹമാണ് സ്വർണം. ഓരോരോ രാജ്യങ്ങളിലെ ടാക്സ് ഒഴിവാക്കിയാൽ ഏകീകരണം ഉള്ള ഒരു വിലയുമാണ് സ്വർണത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ ആണ് സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന് പറയുന്നത്. പിടിവിട്ട് കുതിക്കുന്ന സ്വർണവിലയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പിടിവിട്ട് കുതിക്കുന്ന സ്വർണത്തിന്റെ വില എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു പിടുത്തവുമില്ല. ഞാൻ ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. ജനറൽ ആയ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് 1 ഗ്രാം സ്വർണമെങ്കിലും കയ്യിലില്ലാത്തവർ ചുരുക്കമായിരിക്കും. അത്രക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ ഈ മഞ്ഞലോഹം. ലോകത്തുണ്ടാവുന്ന എല്ലാ ചെറു ചലനങ്ങളും സ്വർണവിലയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ലോകത്തിന്റെ മാർക്കറ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും മഞ്ഞലോഹത്തിന്റെ ഉയർച്ച താഴ്ചക്ക് കാരണമാണ്. US ഡോളർ ആണല്ലോ ഇതുവരെ ലോക മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്. പല രാജ്യങ്ങളും കൂട്ടായും ഒറ്റയ്ക്കും ഒക്കെ പല കറൻസികൾക്കും രൂപവും നൽകിയിട്ടുണ്ട് എങ്കിലും ഇതുവരെ US ഡോളർ തന്നെയാണ് അന്താരാഷ്ട്ര നാണയ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന പ്രധാന കറൻസി. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരുന്ന എല്ലാ ചലനങ്ങളും ഗോൾഡിനെ ബാധിക്കും എന്നർത്ഥം. ഇപ്പോൾ അടിക്കടിയുള്ള സ്വർണത്തിന്റെ വില കൂടാൻ കാരണം ലോകത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ തന്നെയാണ്. ലോകത്തിന്റെ 2 ഭാഗത്ത് യുദ്ധം നടക്കുകയാണല്ലോ. അതിന്റെ ഭീതി മാർക്കറ്റിൽ ബാധിക്കും എന്നത് തീർച്ചയാണല്ലോ. പിന്നെ US ഇലക്ഷൻ ഒരു പ്രധാന ഘടകമായിരുന്നു. US ഭരണമാറ്റം ഉണ്ടാവുമോ എന്ന ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. US ഭരണമാറ്റം ഉണ്ടാവുമോ എന്ന മാർക്കറ്റിന്റെ ആശങ്ക ശരിവെച്ച് അവിടെ ഒരു ഭരണമാറ്റം വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി സ്വർണത്തിന് സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. പിന്നെ ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ 15% ഉണ്ടായിരുന്ന ഇറക്കുമതി തീരുവ കേന്ദ്രം 6% കുറച്ചതും ഇന്ത്യയിലെ വില കുറയാൻ കാരണമാകും. ലോകത്തിലെ ഏറ്റവും അധികം സ്വർണം ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 1ാം സ്ഥാനം ചൈനക്കാണ്. അപ്പോൾ പകുതിയിലും കൂടുതൽ ഇറക്കുമതി ചുങ്കം കുറച്ചതിനാൽ ലോക മാർക്കറ്റിലെ വിലയുടെ ഏകദേശം അടുത്തു തന്നെ ഇന്ത്യയിലെ വിലയും എത്തും. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇനി സ്വർണം ഇന്ത്യയിൽ ഓർണമെന്റ്സ് ആയി കൊണ്ടുവരുന്നതിൽ വലിയ ലാഭം ലഭിക്കില്ല. ചെറിയ വ്യത്യാസമാണ് ഗോള മാർക്കറ്റുമായി ഉണ്ടാവും എന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യയിലെ സ്വർണ്ണ വിലയെ കുറിച്ച് കുറയുവാനുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറക്കുമതി തീരുവ 15 നിന്ന് 6 എത്തിയിരിക്കുന്നു. പിന്നെ ഡോളറിന്റെ സ്ഥിരത കൈവരിച്ചിരിക്കുന്നു. കാരണം US ഇലക്ഷൻ കഴിഞ്ഞും ട്രംപിന്റെ നേതൃത്വത്തിൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ ജനുവരി 20 അധികാരം പോവുകയാണ്. ട്രംപ് തിരിച്ചു വരുത്തിയാൽ ലോകത്തിന്റെ 2 ഭാഗത്ത് നടക്കുന്ന യുദ്ധങ്ങൾക്കൊക്കെ ചെറിയ തോതിലെങ്കിലും പരിഹാരം പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആഗോള മാർക്കറ്റ് സ്ഥിരത കൈവരിക്കുകയും ഓഹരി വിപണിയും ക്രൂഡ് ഓയിൽ വിലയും ഒക്കെ സ്ഥിരത കൈവരിച്ചാൽ ഇന്ത്യയിലെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തീരുവ കുറച്ചതും കണക്കാക്കിയാൽ സ്വർണത്തിന് 2025 ആദ്യ മാസങ്ങളിൽ ജനുവരിയോടോ ഫെബ്രുവരിയോടോ കൂടി ഒരു സ്ഥിരത കൈവരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വില കുറയും എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വില കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വില കുറയും എന്നതിന് അർത്ഥമില്ല. ഏകദേശം ഘട്ടം ഘട്ടമായി കുറഞ്ഞ്
വരികയും ഒരു സ്ഥിരതയുള്ള വിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാലും വിലയിൽ സ്ഥിരത കൈവരിക്കുകയും ഘട്ടഘട്ടമായി വില കുറയുന്ന കാര്യങ്ങളിലേക്ക് എത്തും തീർച്ച. ഏതായാലും ഈ വീക്ഷണം ശരിയാണോ എന്ന് നോക്കാൻ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വരെ കാത്തിരുന്നാൽ മതി. ഏതായാലും മിതമായ വിലയിൽ ഒരു സ്വർണം നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. നിർത്തുന്നു. നമസ്കാരം.